CPIM വിട്ട് BJPയിൽ ചേർന്നത് തന്നെപ്പോലെ അപകടം നേരിട്ട ആളുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി മാത്രമെന്ന് ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ 24-നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. BJPയുടെ മാർക്കറ്റിംഗിന് വേണ്ടി തന്നെ ഉപയോഗിക്കാം. മൂന്നാറിൽ സഹകരണ സൊസൈറ്റി തുടങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമെന്നും S. രാജേന്ദ്രൻ 24-നോട് പറഞ്ഞു. BJP അംഗത്വം സ്വീകരിച്ച S. രാജേന്ദ്രൻ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാടിന്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കും എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുകയും ചെയ്തത് മൂന്നാറിലൊരു സൊസൈറ്റി എന്നുള്ളതാണ്. ആ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്നുണ്ട്. ഇപ്പം ബാങ്കിന്റെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആളുകളെ, ഈ തോട്ടം തൊഴിലാളികളെയൊക്കെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക, വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ് ഈ ബാങ്കിന്റെ ലക്ഷ്യം. ബാങ്ക് ഒരു സേവന മേഖലയാണ്. ഇവിടെ ട്രേഡ് യൂണിയൻ രംഗത്ത് INTUC-യും AITUC, CIT ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകളെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നത് സഹകരണ സംഘ വായ്പ നൽകുന്നതിലൂടെയാണ്. രാഷ്ട്രീയവുമുണ്ട്. ഈ കറക്റ്റ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള ഈ അംഗത്വം സ്വീകരിക്കലും അതുപോലെ തന്നെ ഈ ബാങ്കും ഒക്കെ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ലേ? തെരഞ്ഞെടുപ്പിനും ഇതിനും ബന്ധമില്ല. തെരഞ്ഞെടുപ്പ് മത്സരിക്കുവാനുള്ള ആഗ്രഹവുമില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനുള്ള ഉദ്ദേശത്തിലെയും ഈ കാര്യത്തിലില്ല. ഈ BJP രാജേന്ദ്രനൊപ്പം കൂട്ടിയിരിക്കുന്ന എന്തുകൊണ്ടും ഇവിടെ നല്ലൊരു മത്സരം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുക, വോട്ട് സമാഹരിക്കുക, വിജയമായിരിക്കാം ഒരുപക്ഷെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം രാജേന്ദ്രനല്ല മത്സരിക്കുന്ന, രാജേന്ദ്രൻ നിർദ്ദേശപ്രകാരമുള്ള ഒരാളാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും രാജേന്ദ്രനല്ല എങ്കിൽ അവിടെ എത്രത്തോളം ഒരു മത്സരം സാധ്യമാണോ? ഇവിടെ അത് എക്കാലവും മത്സരങ്ങൾ ഉള്ളതാണല്ലോ. അത് ആ സമയത്ത് വോട്ടർമാരുടെ മാനസികാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. എന്താണേലും ഒരു മത്സരം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷയുള്ളത്. സ്വാഭാവികമായിട്ടും CPM പറയുന്നത് CPM-ന്റെ ഒരു എതിരാളിയെ അല്ല S. രാജേന്ദ്രൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ എതിരാളി അല്ലാത്ത ഒരാളെ BJP എന്തായാലും പിടികൂടില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ വോട്ട് സമാഹരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ കാര്യത്തിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരാളിയാണ് എന്ന് ഞാനും പറയുന്നില്ല. അതുകൊണ്ട് അവരുടെ ശേഷി, ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ സോഴ്സും ശേഷിയും എന്താണോ അത് പ്രകടിപ്പിക്കും. പാർട്ടി മാറിയപ്പോൾ തന്നെ MM മണിയുടെ ഒരു ഭീഷണി പ്രസംഗം നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഈ ബാങ്ക് തുടങ്ങിയിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഇത്തരം പദ്ധതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭീഷണിയുടെ തോത് ഇനി വർദ്ധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോട്ടം തൊഴിലാളികൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കടന്ന ആദിവാസി മേഖലകളിലും ചെറുകിട കർഷകർക്കും ഉപകരിക്കുന്ന കേന്ദ്ര ധനസഹായങ്ങൾ ഉദ്ദേശിക്കുന്ന പദ്ധതികളുമൊക്കെ ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. BJP സ്ഥാനാർത്ഥിയാകണമെന്ന് എന്തെങ്കിലും നിർദ്ദേശമോ അല്ലെങ്കിൽ അഭ്യർത്ഥനയോ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ഒരു തരത്തിലും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയില്ല എന്നാണ്. ഞാൻ മത്സരിക്കുവാൻ ഇല്ല എന്നുള്ളത് എന്നിലൂടെ ആത്മാർത്ഥമായി ഞാൻ തന്നെയാണ് ഈ പറയുന്നത്. BJPയിലേക്ക് കൂടുതൽ ആളുകൾ S. രാജേന്ദ്രനെ പിൻപറ്റി വരാൻ സാധ്യതയുണ്ട്. ഇത് 8-ാം തീയതി നിങ്ങൾക്ക് നേരെ വരുമ്പോൾ ബോധ്യപ്പെട്ടാൽ പോരെ? അന്നേരം നോക്കാം. ഒറ്റയ്ക്കേ പോകുള്ളൂ എന്നല്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കൂടെ വരുന്നത് അന്നേരമാണ്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.